ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം പ്രാർത്ഥനയ്ക്കിരിക്കുന്നത് എന്ന വ്യക്തമായ ധാരണയോടുകൂടെ രോഗികളായവർ എല്ലാവിധ രോഗത്തെയും അതിന് കാരണം നമുക്ക് തോന്നുന്ന കാരണങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നാം ഭിന്നപ്പെട്ട് മാറി നിന്നിട്ടുണ്ടോ, ആത്മീയമായോ ചിന്തകളിലോ വാക്കുകളിലോ സ്വഭാവത്തിലോ നമ്മുടെ വ്യക്തിത്വം ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരുപക്ഷെ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാകാം, എന്നാൽ കുടുംബത്തിലുള്ളവർക്ക് നമ്മെക്കൊണ്ട് യാതൊരു സന്തോഷമോ സമാധാനമോ ഇല്ലാത്ത അവസ്ഥയാണോ? ആലോചിച്ച് നോക്കുക. നമ്മുടെ സാന്നിധ്യം നമ്മുടെ കുടുംബാംഗങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷമാണോ? അതോ നമ്മുടെ സാന്നിധ്യം തന്നെ അവർ വെറുക്കുന്നതാണോ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒരുപക്ഷെ നാം സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വം കൈവന്ന ആളായിരിക്കാം, മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റവും മാന്യനായ ബഹുമാന്യനായ ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ നമ്മുടെ ഭവനത്തിൽ ഉള്ളവർ, സ്വന്തം കൂടപ്പിറപ്പുകൾ, സ്വന്തം ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഓർത്തു നോക്കുക. അവർ എന്തെങ്കിലും തെറ്റു പറഞ്ഞാൽ അതിലെന്തെങ്കിലും കാരണമുണ്ടോ എന്നും ഓർക്കുക. അതോ നാം എല്ലാം നല്ലത് മാത്രം ചെയ്തിട്ട് നമ്മുടെ കുടുംബത്തിനു വേണ്ടി ഒത്തിരി പ്രവർത്തിച്ച്, കുടുംബാംഗങ്ങളുടെ നന്മയ്ക്കു വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ട് അവർ മോശമായാണോ നമ്മെ പറയുന്നത്? ഇത് ആദ്യത്തേതെങ്കിൽ നമ്മുടെ സ്വാർത്ഥപരമായ സമൂഹത്തിൽ മാത്രം മാന്യത കാട്ടി ഉള്ള ഒരു ജീവിതമാണ് എങ്കിൽ ഈ രാത്രിയിൽ കർത്താവിനോട് മാപ്പ് പറയുക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നാം നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ, ഭവനത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിത പങ്കാളിയും മക്കളും മാതാപിതാക്കളും ഒത്തിരി നമ്മെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ടോ എന്നോർക്കുക. എങ്കിൽ നിങ്ങളുടെ ജീവിതം നല്ലൊരു ജീവിതമാണ്. അതിനാൽ തന്നെ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നവർ അനുതപിച്ച് പ്രാർത്ഥിക്കുക. നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്താണ്? നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ എന്താണ്? ആ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഉപകാരപ്രദമാകുന്നതാണോ? അതോ സമൂഹത്തിലെ ചില കാര്യങ്ങൾ, സഭയിലെ ചില കാര്യങ്ങൾ മാറ്റം വരുത്തി നമുക്ക് നല്ലതുപോലെ ജീവിക്കാം എന്നുള്ള തെറ്റിദ്ധാരണയാണോ? നമുക്ക് ആലോചിച്ച് നോക്കാം. ഏത് കാരണമാണ് നമ്മെ രോഗത്തിന് അടിമപ്പെടുത്തിയിരിക്കുന്നത്? ഇത്രമാത്രം നമ്മെ രോഗിയായിരിക്കുന്നതിന് കാരണം എന്താണ്? കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കുക. ദൈവം നമ്മെ ഏൽപ്പിച്ചത് നമ്മുടെ കുടുംബത്തെയാണ്, നമ്മുടെ വ്യക്തി ജീവിതത്തെയാണ്, നമ്മുടെ കഴിവുകളെയാണ്. അത് നിങ്ങൾ പൂർണ്ണമായി ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ആ മേഖലയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് മാത്രമാണ് ദൈവം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെ നേരിട്ടേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ചില വ്യക്തികൾ സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി വേദനിക്കുന്നുണ്ട്. സഭയുടെ കാര്യങ്ങൾ വേദനിക്കേണ്ടിയവർ സഭയിലുള്ള ഗുരുക്കന്മാരാണ്. അവർക്ക് വേദനയില്ലെങ്കിൽ സഹോദരീ സഹോദരങ്ങളെ, നാം എന്തിനു വേദനിക്കുന്നു? അവരാണ്, സഭയെ നയിക്കുന്നവരാണ് വേദനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തേണ്ടത്. സഭയെ നയിക്കുന്ന സഭാ അധികാരികളാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ മുട്ടുകുത്തേണ്ടത്. സഭയെ നയിക്കുന്ന അധികാരികളാണ്. അവരുടെ കാര്യത്തിൽ അവർക്ക് വേദനയില്ല എങ്കിൽ നാം എന്തിനു വേദനിക്കുന്നു? നമ്മുടെ ജീവിതം അതല്ലല്ലോ. കർത്താവ് നമുക്കൊരു കുടുംബം നൽകിയിട്ടുണ്ട്, നമുക്കൊരു ജീവിതം നൽകിയിട്ടുണ്ട്, നമുക്ക് ബുദ്ധിയും അറിവും കഴിവുകളും നൽകിയിട്ടുണ്ട്. നമ്മുടെ സഹായം ആവശ്യമായ ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെയൊക്കെ
നമുക്കെങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും? അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും? അതോർത്ത് നാം ആലോചിക്കുക, അതോർക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രിയിൽ മാപ്പ് പറഞ്ഞു പ്രാർത്ഥിക്കുക. കർത്താവെ, അനാവശ്യമായി സഭയിലും സമൂഹത്തിലും വലിയ പേരെടുക്കേണ്ടതിന് ഞാൻ പല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അതൊന്നും നിന്നോട് ആലോചന ചോദിച്ചിട്ടല്ല, എൻ്റെ മഹത്വത്തിനു വേണ്ടി ഞാൻ ചെയ്തതാണ്. എന്നാൽ നീ എന്നെ ഏൽപ്പിച്ച എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, അവർ ഇന്ന് സന്തോഷവതികളാണോ, സന്തോഷവാന്മാരാണോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നിറവേറ്റാൻ, എൻ്റെ ആഗ്രഹങ്ങൾ മാത്രം നിറവേറ്റാൻ, എൻ്റെ താല്പര്യങ്ങൾ മാത്രം നിറവേറ്റാൻ ഞാൻ ഇത്രയും വർഷം ജീവിച്ചു. ഇപ്പോൾ ഞാൻ രോഗിയായി മാറി. ആ രോഗത്തിന് കാരണം എന്തെന്ന് എനിക്ക് വ്യക്തമാണ്. എന്നാൽ പോലും ആ രോഗം സ്വാഭാവികമായി ആണ് എന്ന് വിശ്വസിച്ച് കഴിയുന്ന ഞാൻ, കർത്താവെ, ഈ രാത്രിയിൽ എനിക്ക് മാപ്പ് തരണമേ. അനുതപിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് നാം മരിച്ചു പോയാൽ നമ്മെ നോക്കുന്നവൻ ദൈവം മാത്രമാണ്. നിങ്ങൾ ആദ്യം കാണുന്നത്, നാം ആദ്യം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അവിടുത്തോട് നാം എന്താണ് പറയാൻ പോകുന്നത്? മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചു തന്നു. ഞാൻ നിനക്ക് കഴിവുകൾ നൽകി, ഞാൻ നിനക്ക് ബുദ്ധി നൽകി, ആരോഗ്യം നൽകി, കൈകാലുകൾ നൽകി പ്രവർത്തിക്കാൻ. നിന്റെ മക്കളെ നൽകി, ജീവിത പങ്കാളിയെ നൽകി, നിന്റെ സഹോദരി സഹോദരങ്ങളെ നൽകി, മാതാപിതാക്കളെ നൽകി, നിന്റെ നാട്ടുകാരെ നൽകി, അയൽവാസികളെ നൽകി, നിന്റെ സുഹൃത്തുക്കളെ നൽകി. നീ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എന്ന് കർത്താവ് നമ്മോട് ചോദിച്ചാൽ നാം എന്താണ് ഉത്തരം പറയാൻ പോകുന്നത്? കർത്താവെ, സഭയിൽ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. കർത്താവ് അപ്പോൾ പറയും, ഞാൻ നിന്നെ സഭയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിന് അത് വിഷമിക്കണം? അതേൽപ്പിച്ചിട്ടുള്ളവരാണ് എൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ മുൻപിൽ കരഞ്ഞ് കേണപേക്ഷിക്കേണ്ടത്. സഭാമക്കളെ നേരെ നയിക്കേണ്ട സഭാധികാരികളാണ് എൻ്റെ മുൻപിൽ കരഞ്ഞ് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അതിനാൽ അവരോട് ഞാനത് ചോദിക്കും. എന്നാൽ നിന്നോട് ഞാൻ ചോദിക്കുന്നത്, നിന്റെ ജീവിതം നീ എന്ത് ചെയ്തു? അതിനാൽ ഇന്ന് രാത്രിയിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ വൈകിപ്പോയി, ഈ തിരിച്ചറിവിന് ഞാൻ വൈകിപ്പോയി. ഇപ്പോഴും അനാവശ്യമായ കാര്യങ്ങളിൽ ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്ത് അത് പരിഹരിക്കാൻ ഞാൻ നെട്ടോട്ടമോടുമ്പോൾ അതിൻ്റെ ഫലം ഞാൻ രോഗിയായി മാറുകയാണ്, ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമായി മാറുകയാണ്. കർത്താവെ, നിന്നിൽ നിന്ന് ഓടിയകലാൻ ആർക്കും സാധിക്കുകയില്ല എന്നെനിക്ക് മനസ്സിലായി. അതിനാൽ ഈ രാത്രിയിൽ ഞാൻ അനുതപിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. എൻ്റെ കുറിച്ചുള്ള നിൻ്റെ പദ്ധതി, എനിക്ക് നീ നൽകിയ കഴിവുകളെ, ബുദ്ധിയെ, സാഹചര്യങ്ങളെ, കുടുംബത്തെ, അതൊന്നും ഞാൻ ഉപയോഗപ്രദമാക്കിയില്ല. അതിലൊന്നും ഞാൻ ശ്രദ്ധ പതിപ്പിച്ചില്ല. കർത്താവെ, ഇനിയും സമയം വൈകിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. യേശുക്രിസ്തുവിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. അതിനാൽ ഇനിയും നിങ്ങൾ വൈകിട്ടില്ല. ഇനിയുമുള്ള സമയം കർത്താവിനോട് മാപ്പ് ചോദിച്ച് പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങളിൽ മാത്രം പ്രാധാന്യം കൊടുക്കുക. മറ്റൊന്നും നിങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങളല്ല, അത് മാറ്റിവെക്കുക. നിങ്ങൾ അനുതപിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിക്കുക. നിങ്ങൾക്കാരെങ്കിലും ഏതെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ദൈവത്തിലേക്ക് ഒന്നിപ്പിക്കാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മീയമായി ഉയർത്താൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ പ്രതി അവർക്ക് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആത്മശോധന ചെയ്യുക. അതിനെ പ്രതി, അവരെ പ്രതി നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തെന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് നന്ദി പറഞ്ഞാൽ മറ്റുള്ളവരുടെ നിന്ന് ഞാൻ എല്ലാം സ്വീകരിക്കും. എന്നാൽ ഞാൻ അവർക്ക് നന്ദി പറഞ്ഞാൽ എനിക്ക് കുറവ് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. അതാണ് നിങ്ങൾ നന്ദി പറയാൻ നിങ്ങൾ കൂട്ടാക്കാത്തത്. അതിനാൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ ആത്മശോധന ചെയ്യുക. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയത്? എവിടെയാണ് എൻ്റെ ഹൃദയം കഠിനമായി പോയിരിക്കുന്നത്? ഞാൻ ഉന്നത തലത്തിലുള്ളവർക്ക് മാത്രമേ, അവരെന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഞാൻ നന്ദി പറയുകയുള്ളൂ? അതോ
നിസ്സാരരിൽ ഒരു നിസ്സാരനായ വ്യക്തി പോലും ഒരു നന്മ നിങ്ങൾക്ക് ചെയ്താൽ ആ വ്യക്തിയെ നോക്കി നിനക്ക് നന്ദി പറയാൻ, മകനെ മകളെ നിനക്ക് കഴിവുണ്ടോ, ശക്തിയുണ്ടോ? ഇന്ന് ആത്മശോധന ചെയ്യുക. ഞാൻ മറ്റുള്ള എന്നെക്കാളിൽ ഉയർന്നവർക്ക് മാത്രമേ ബഹുമാനം നൽകുകയുള്ളൂ, അതോ എന്നിൽ സമമായുള്ളവർക്കും എന്നേക്കാൾ താഴെയുള്ളവർക്കും എല്ലാം കൊണ്ടും ഞാൻ നന്ദി പറയാറുണ്ടോ? എൻ്റെ ജീവിത പങ്കാളി എനിക്ക് ചെയ്ത നന്മകളെ ഓർത്ത് ഞാൻ ഒരിക്കലെങ്കിലും അവരോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ മക്കൾ ചെയ്തു തരുന്ന നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ മാതാപിതാക്കൾ ചെയ്ത നല്ലതിനെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുമ്പോൾ, നല്ലത് ചെയ്യുമ്പോൾ അവരെ നല്ലത് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ ഹൃദയത്തിന് എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്? അതിൻ്റെ എല്ലാം ഫലമായി ഇന്ന് രോഗിയായിരിക്കുന്നു. ഞാൻ രോഗിയായിരിക്കുന്നു. തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങൾ രോഗം കൊണ്ട് മൂടിയിരിക്കുന്നു. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്ന് ആത്മശോധന ചെയ്യാൻ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സത്യത്താൽ നമുക്ക് നിറയാൻ സാധിക്കട്ടെ. പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് നല്ലൊരു ഹൃദയം നൽകാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവത്തെ അറിയുവാൻ നമ്മെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ഈ ലോകത്തിലുള്ള ആത്മീയ ഭക്ത പ്രകടനങ്ങളൊന്നും നമ്മെ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയാൻ, ദൈവത്തോടൊന്നിക്കാൻ നമ്മെ സഹായിക്കുകയില്ല. പരിശുദ്ധാത്മാവായ ദൈവത്തിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. നിങ്ങൾ എത്രമാത്രം പരിശുദ്ധാത്മാവിനോട് ഒന്നിക്കുന്നു, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവിനു വേണ്ടി ചെവി കൊടുക്കുന്നു. നിങ്ങൾ ഓർക്കുക, അതോ ആത്മീയരെന്ന് തോന്നിക്കുന്നവർക്ക് നിങ്ങൾ ഒത്തിരി പ്രാധാന്യം നൽകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ആത്മീയ വ്യക്തി പരിശുദ്ധാത്മാവാണ്. അവിടത്തേക്ക് നാം എത്ര പ്രാധാന്യം നൽകുന്നു? ഓർക്കുക, ചിന്തിക്കുക. നമുക്ക് തിരികെ വരാനുള്ള സമയം വൈകിയിരിക്കുന്നു. കർത്താവെ, ഈ രാത്രിയിൽ മാപ്പ് പറഞ്ഞു പ്രാർത്ഥിക്കുക. കർത്താവെ, അനാവശ്യമായ കാര്യങ്ങളിൽ തലയിട്ട് ഇന്ന് ഞാൻ പലവിധ രോഗത്തിന് ഞാൻ അടിമപ്പെട്ടു പോയി. അതിനാൽ ഇന്ന് രാത്രി മുതൽ എനിക്ക് മാനസാന്തരം നൽകണമേ. ശരിയേതാ തെറ്റേതാ എന്ന് വിവേചിച്ചറിയുവാനുള്ള കൃപ തരണമേ. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ നൽകാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ ചെറിയവരെയും ബഹുമാനിക്കാൻ നമുക്ക് പഠിക്കാം. കർത്താവിനോട് മാപ്പ് പറഞ്ഞ് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യവും 23-ാം അധ്യായം 25-ാം വാക്യവും നമുക്ക് കേൾക്കാം. അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമേ, അങ്ങയുടെ വാഗ്ദാനം ഇന്നും ജീവിക്കുന്നതാണ്, ശക്തിയുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരുണാനിധിയായ പിതാവേ, അങ്ങയുടെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുവാനും മറ്റെല്ലാ സ്വരങ്ങളെയും മാറ്റി നിർത്താൻ എനിക്ക് കൃപ തരണമേ. നിന്റെ ദൃഷ്ടിയിൽ ശരിയായത് മാത്രം ചെയ്യാൻ, നിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ, നീ കൽപ്പിച്ചിട്ടുള്ള ഓരോ വചനവും, പ്രത്യേകമായി യേശു ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്കുകളും അനുസരിക്കുവാനും പാലിക്കുവാനും കർത്താവേ എനിക്ക് കൃപയും ജ്ഞാനവും നൽകണമേ. കർത്താവേ, എൻ്റെ അനുസരണക്കുറവും അജ്ഞതയും നീ ക്ഷമിക്കണമേ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉണ്ടായിരിക്കുന്ന എല്ലാ ദുർബലതകളും രോഗങ്ങളും വേദനകളും നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുഖപ്പെടുത്തണമേ.
കർത്താവേ, ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ വരുത്താതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദോഷകരമായ എല്ലാത്തിനെയും നീ മാറ്റണമേ. എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തെയും നിൻ്റെ ജീവൻ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഭക്ഷ്യവും പാനീയവും നീ ആശീർവദിക്കും എന്നരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ കഴിക്കുന്ന ആഹാരത്തെയും കുടിക്കുന്ന പാനീയത്തെയും ആരോഗ്യത്തിന് കാരണമാക്കണമേ. ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തിനും ജീവനും അത് കാരണമാക്കണമേ. അതിനെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉപജീവന മാർഗത്തെയും നീ ആശീർവദിക്കണമേ. എല്ലാം അനുഗ്രഹത്തിലേക്കുള്ള വഴിയാകാൻ നീ ഇടപെടണമേ. കർത്താവേ, ഞങ്ങളുടെ മധ്യേ നിന്ന്, ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് എല്ലാ രോഗവും നിർമ്മാർജ്ജനം ചെയ്ത് അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾക്ക് ഇന്ന് നിറവേറ്റണമേ. എല്ലാ രോഗത്തിൻ്റെയും രോഗം ബാധിച്ച കോശങ്ങളെയും പിഴുതെറിഞ്ഞ് നിന്റെ സൗഖ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കോശങ്ങളാൽ ഞങ്ങളുടെ ശരീരത്തെ നീ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ ഭയം നീക്കിക്കളയണമേ. ഞങ്ങളുടെ അന്തരാത്മാവിന് സമാധാനവും പ്രത്യാശയും നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ നിന്റെ ശക്തിയാൽ നീ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് നിന്നോടൊത്തു ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ സംരക്ഷണത്തിനും സൗഖ്യത്തിനും വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ വൈദ്യനും രക്ഷകനും സൗഖ്യദായകനുമായ കർത്താവാണ്. അങ്ങയിൽ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. പരിപൂർണ രോഗശാന്തി നൽകണമേ. ഈ രാത്രിയിൽ എല്ലാ വിഷമങ്ങളും മറന്ന് എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിവെച്ച് കർത്താവേ, നിന്റെ സന്നിധിയിൽ അനുതാപത്തോടെയുള്ള ഹൃദയത്തിൽ നിന്ന് നിനക്ക് നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ ശുശ്രൂഷയെ ഓർത്ത് നന്ദി പറഞ്ഞ് നിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഈ പ്രാർത്ഥനയാൽ എല്ലാവരുടെയും മനസ്സിനെ, ശരീരത്തെ, അന്തരാത്മാവിനെ നീ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലം, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹപ്രദമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ സ്വരം ശ്രവിക്കുവാൻ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നീ ആശീർവദിക്കണമേ. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നീ ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി അവിടം മാത്രം പുനഃപരിശോധിച്ച് ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലികളിൽ ഏറ്റവും നല്ലതുപോലെ ഭംഗിയായി മനോഹരമായി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്ത്, ഉണ്ട് എങ്കിൽ അതിന് നന്ദി പറഞ്ഞ്, ഇല്ല എങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിച്ച് ഒരു നല്ല ജീവിതം നയിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, സത്യം തിരിച്ചറിയാനുള്ള മാർഗം നീ ഞങ്ങൾക്ക് നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങളത് ഉപയോഗിച്ചിട്ടില്ല. കർത്താവേ, സത്യം തിരിച്ചറിഞ്ഞ്, ഞങ്ങളെക്കുറിച്ചുള്ള സത്യം തിരിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ അനുതപിച്ച് പ്രാർത്ഥിക്കുവാൻ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ രാത്രിയിൽ അത്ഭുത രോഗസൗഖ്യം നൽകി ഈ പ്രാർത്ഥനയിലൂടെ എല്ലാവർക്കും വലിയ രോഗശാന്തിയും രോഗസൗഖ്യവും ലഭിക്കട്ടെ. ആത്മീയവും ശാരീരികവും മാനസികവുമായ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവിൻ്റെ സൗഖ്യവും സമാധാനവും രക്ഷയും ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ. ഈശോയെ, നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം ഞങ്ങളിൽ ഇപ്പോൾ തന്നെ അത്ഭുതം നടത്തട്ടെ. നിൻ്റെ വചനം അത്ഭുത സൗഖ്യം ഞങ്ങൾക്ക് നൽകട്ടെ. ഈ രാത്രിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ, അറിഞ്ഞും അറിയാതെയും നിൻ്റെ തിരുമുൻപിൽ ചെയ്തു പോയ പാപങ്ങളെ, തെറ്റുകളെ, പിഴവുകളെ, അകൃത്യങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ഞങ്ങൾ പൂർണ്ണമായി ഈ രാത്രിയിൽ ക്ഷമിക്കുന്നു. ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ക്ഷമിക്കുന്നു. കരുണ തോന്നണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിലും കൂടുതലായി നീ അവരെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നല്ലൊരുറക്കം നൽകി ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ
ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെയും അവരുടെ കുടുംബത്തെയും ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങളെയും വിശുദ്ധീകരിക്കുന്നതിനും സൗഖ്യപ്പെടുത്തുന്നതിനും അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ഞങ്ങളെക്കുറിച്ച് തന്നെയുള്ള സത്യം മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിയുന്നതിന് അമ്മേ മാതാവേ നല്ലൊരു ഹൃദയം ഞങ്ങൾക്ക് ലഭിക്കാൻ നീ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് മഹാത്ഭുതങ്ങളെ നൽകട്ടെ. അവിടുന്ന് വലിയ രോഗശാന്തിയും സൗഖ്യവും നൽകട്ടെ. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യവും സമാധാനവും രക്ഷയും നൽകി ഈ രാത്രിയിൽ എല്ലാ ആപത്തുകളിൽ നിന്നും അവിടുന്ന് നിങ്ങളെ കാത്തു സൂക്ഷിച്ച് നല്ലൊരു ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതം കാണാൻ അവിടുന്ന് ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ വിളിച്ചുണർത്തട്ടെ. നാളെ രാവിലെ 5 മണിക്കുള്ള ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ പ്രാർത്ഥന കേൾക്കുക, ചൊല്ലുക, പ്രാർത്ഥിക്കുക. അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.